പ്രിയവർത്തുന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് എനിക്കൊരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി. വളരെ വേണ്ടപ്പെട്ട, വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിംഗ്? ഒരു ഹീലിംഗിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഹീലിംഗ് എടുക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നത്, ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പം ഇത്തരത്തിൽ അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് എന്നാൽ അത്തരത്തിലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും ഹീലിംഗ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഹീലിംഗിലോട്ട് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അസുഖങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നു, ആക്സിഡന്റുകൾ തുടരെ തുടരെ ഉണ്ടാകുന്നു. കാരണം എന്തെന്നറിയാത്ത ഒരു പ്രശ്നം കുറെ അധികം നാളുകളായിട്ട് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ ഒരുപാട് ആരാധനാലയങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ആ യൂണിവേഴ്സ് ആണ് അല്ലെങ്കിൽ ആ പ്രപഞ്ചമാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ആ ചൈതന്യം എന്താണോ ആ ചൈതന്യമാണ് നിങ്ങളെ ഒരു ഹീലറുമായി കണക്ട് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലൊരു ഹീലറുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഹീലറ് നിങ്ങളുടെ ചക്രാസിനെ ബ്ലോക്കുകളെല്ലാം മാറ്റി ഓപ്പൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓറാസിനെയൊക്കെ ക്ലിയർ ചെയ്തു തരും. അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വജന്മ കർമാസിനെയൊക്കെ മാറ്റുകയും ഈ ജന്മ കർമാസ്, ബാഡ് കർമാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഒരു ഹീലർ. ഇത് ഞാൻ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഒരു ഹീലർ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നത്, അല്ല ആ സാഹചര്യത്തെ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നു. ഇതാണ് നിങ്ങളൊരു ഹീലിംഗിലൂടെ നേടിയെടുക്കുന്നത്. മാജിക്കുകളൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ഉള്ളിലെ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു പ്രശ്നത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരിക. അതാണ് ഒരു ഹീലിംഗിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ഹീലിംഗ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കും. ആ എനർജി പാസ് ചെയ്യുന്നതും പിന്നീട് നിങ്ങളുടെ ചുറ്റിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന രീതി, നിങ്ങളുടെ ശരീരത്തിൽ ആ ഊർജ്ജനില നിലനിന്ന് കൊണ്ടുപോകുന്ന ആ ഒരു കാര്യങ്ങള് ഓട്ടോമാറ്റിക്കലി പല പല ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരിക. നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രശ്നമാണ് ഉള്ളതെങ്കിൽ ഒരു ഹീലിംഗിന് ശേഷം അതിലേക്ക് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ തക്കവണ്ണം ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് കണക്ട് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു കാര്യം, ഇങ്ങനെ കുറെ അധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഹീലിംഗ് സെക്ഷനിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ പലരും പല അവസരങ്ങളിലും പറയുകയുണ്ടായി, ഹീലിംഗ് സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം മെഡിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു വൈബ്രേഷൻ, ആ ഒരു കോസ്മിക് എനർജിയെ ശരിക്കും സെൻസ് ചെയ്ത് അറിയാൻ കഴിയുന്നുണ്ട്. അതിനു മുമ്പ് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഹീലിംഗിന് ശേഷം വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ സെൻസ് ചെയ്ത് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഹീലിംഗ് അല്ല. ബട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കും അവർ ഹീലിംഗിന് വരുന്നത്. ആ ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്ട് തോന്നുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം തോന്നുക. ഇതൊക്കെ ഹീലിംഗിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ വിചാരിക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജനില, നമ്മുടെ ഓറയുടെ ഊർജ്ജനില, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഓറയുടെ ആ ഒരു വലിപ്പം അതൊക്കെ കുറയുകയും നമ്മുടെ ചക്രാസ് ഒക്കെ ബ്ലോക്ക് ആകുകയും ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തത് കൊണ്ടാണെന്ന് നമ്മൾ വിശ്വസിക്കും. അങ്ങനെ ചെയ്തിട്ട് വരുന്നവരും ഉണ്ട്. പക്ഷെ കുറെ അധികം കാലങ്ങളായിട്ട് നമ്മുടെ ചിന്തകൾ നെഗറ്റീവായിരുന്നു. കുറെ അധികം കാലങ്ങളായിട്ട് നമ്മൾ പോയ വഴികളൊക്കെയും നെഗറ്റീവ് സോഴ്സിലോട്ടായിരുന്നു. അപ്പൊ നെഗറ്റീവ് എനർജി നമ്മളെ അട്രാക്ട് ചെയ്യുകയും നെഗറ്റീവ് സോഴ്സിലേക്ക് നമ്മൾ പോവുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ ക്ഷണിച്ചു വെച്ച കുറെ അധികം കാര്യങ്ങളുണ്ട്. എല്ലാ കേസിലും അതൊരു പ്രേതബാധ പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തു ദോഷമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈവശം ഉള്ളിൽ കടന്നതാണെന്നോ എല്ലാ കേസിലും പറയാൻ കഴിയില്ല. ചില കേസുകളിൽ നമ്മളുടെ ചിന്തകളാണ് നമ്മുടെ ശത്രുവായിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തം ചിന്തകൾ ശത്രുവായി വരുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തി ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയുടെ ഓറ ലെവൽ വളരെ വളരെ ലോ ആയിരിക്കും. അതേപോലെ തന്നെ ചക്രാസ് ഒക്കെ ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു ഹീലറുടെ അടുത്ത് നിങ്ങൾ
വരുന്നു. അപ്പൊ നിങ്ങൾ കുറെ അധികം കാലങ്ങളായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ആരാധനാലയങ്ങളിലൊക്കെ പോവുകയും ഒരുപാട് പൂജാതി കർമ്മങ്ങളൊക്കെ ഈ ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ എന്തൊക്കെയോ ഒരു പോസിറ്റിവിറ്റി വരികയും നിങ്ങളുടെ പ്രശ്നങ്ങളെ ക്ലെൻസ് ചെയ്ത് മാറ്റാൻ വേണ്ടി ആ ഈശ്വരൻ അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് നിങ്ങളെ ഒരു ഹീലറുമായി കണക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ശരിക്കും ഹീലറുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പം ഒരു ഹീലിംഗ് സെക്ഷൻ എടുക്കണമെന്ന് തോന്നണമെങ്കിൽ അത് ഈശ്വരൻ തോന്നിപ്പിക്കണം, സ്വയം തോന്നുന്ന ഒന്നല്ല. അതുപോലെ തന്നെ ഒരു ഇന്ന ഹീലറെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. അപ്പൊ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അപ്പോ ഇത്തരത്തിൽ സ്വന്തം ചിന്തകളിലൂടെ വലിയ വലിയ പ്രശ്നങ്ങൾ ക്ഷണിച്ച് വരുത്തുന്ന ആൾക്കാർ മറന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ലോ ഓഫ് അട്രാക്ഷൻ നിയമത്തിലെയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് ലവ്. അപ്പൊ ഒരു ഇത്തരത്തിലൊരു പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയോട് സ്വയം സ്നേഹം തോന്നി തുടങ്ങും, സ്വയം ബഹുമാനം തോന്നി തുടങ്ങും. സ്വയം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആ വ്യക്തിക്ക് കഴിയും. അപ്പൊ ഇത്തരത്തിൽ 1-2 ഹീലിംഗ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. സ്ഥിരം മദ്യത്തിന് അഡിക്റ്റഡ് ആയിട്ടിരുന്ന ഒരു വ്യക്തി മദ്യപിക്കുന്നുണ്ട്, എന്നാൽ വളരെ കുറഞ്ഞ അളവിൽ മദ്യപിക്കുകയും വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ ഇൻവോൾവ്ഡ് ആകുകയും ഭാര്യയോട് ഭയങ്കര സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മൊമെന്റ് അവരെന്നെ വിളിച്ചു പറയുകയൊക്കെ ഉണ്ടായി. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അപ്പൊ ഹീലിംഗ് എടുത്തത് കൊണ്ട് അവർക്ക് നഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അവർക്ക് അവരുടെ ശക്തിയെ തിരിച്ചറിയാനും അവരുടെ ഉള്ളിലെ സ്നേഹത്തെ മനസ്സിലാക്കാനും ഒക്കെ ഇത് എവിടെയൊക്കെയോ ബ്ലോക്ക് ആയി കിടന്ന ആ ബ്ലോക്കേജിനെയൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞ് അവരെ സ്വയം ഒന്ന് ക്ലെൻസ് ചെയ്ത് അവരുടെ ആ ഒരു സ്വയം സ്നേഹിക്കണം എന്നൊരു ബോധത്തെ ഉണർത്താനൊക്കെ ഒരു ഹീലിംഗ് കൊണ്ട് കഴിയുകയുണ്ടായി. അപ്പൊ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാണ്. കാരണം പല പ്രശ്നങ്ങളുമായിട്ട് വരുന്ന വ്യക്തികളുടെ കുറച്ച് പ്രശ്നങ്ങളെങ്കിലും ഹീലിംഗിലൂടെ റിമൂവ് ചെയ്ത് കളയാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. കുറച്ച് പ്രശ്നമെന്നല്ല, ഓട്ടോമാറ്റിക്കലി എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ഹീലിംഗ് കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഹീലിംഗുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ്, ഞാൻ പറയും ഹീലിംഗ് എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ഫോളോ ചെയ്തിട്ട് ഹീലിംഗിന് ഇരിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ഹീലിംഗിന് ശേഷം ആ എനർജി ഒന്ന് എനർജൈസ് ചെയ്ത് വരാനും നിങ്ങളുടെ ചക്രാസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയി അതൊക്കെ ഒന്ന് ആന്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും ഒക്കെ ഒന്ന് കറങ്ങി അതിന്റെ എനർജിയൊക്കെ പൂർണ്ണമായ രൂപത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മൊമെന്റിലോട്ട് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഇവിടെ ഇപ്പം ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ് അല്ല കേട്ടോ. കാരണം ഓരോ നിമിഷവും നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും. 24 hours പ്രയർ എന്ന് പറയാം അല്ലെ. ഓരോ നിമിഷവും പ്രാർത്ഥനയാക്കുക. എങ്ങനെയാണ് ഓരോ നിമിഷവും പ്രാർത്ഥനയാക്കുക? ഒരു ഹീലിംഗിന് ശേഷം നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥനയാക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം വളരെ വ്യത്യസ്തമായി. കാരണം നിങ്ങൾ ഏത് അവസ്ഥയിലും നിങ്ങൾ സന്തോഷത്തിലായിരിക്കും. നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മൊമെന്റിൽ കൂടെയാണ് നിങ്ങൾ എല്ലാ അവസ്ഥയിലും കടന്നു പോകുന്നത്. കാരണം ഇവിടെ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? സെൽഫ് ലവ്. കാരണം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മൊമെന്റും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം ഓരോ നിമിഷവും അതിനുശേഷം അടുത്ത ഓരോ നിമിഷവും നമ്മുടെ പ്രായം അല്ലെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ നിമിഷവും നമ്മളെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രായം ചെല്ലുകയാണ്. അപ്പൊ ഓരോ മൊമെന്റും സന്തോഷത്തിൽ കൂടി കൊണ്ടുപോകാൻ കഴിയുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഒരു ഹീലിംഗിലൂടെ. അപ്പോ ഈ നിമിഷത്തിൽ ജീവിക്കാൻ നിങ്ങൾ പഠിക്കും, നിങ്ങൾ സെൽഫ് ലവ് പഠിക്കും, നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. ഇപ്പൊ ചിലർക്കൊരു സംശയമാണ്, എന്നെ ദ്രോഹിച്ച വ്യക്തി ഇന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയുമോ? ഇപ്പം നമുക്ക് ഒരു ഹീലർക്ക് ഒരു പക്ഷെ അറിയാതിരിക്കാം, ബ്ലഡ് റിലേഷൻ ഉള്ള ആളായിരിക്കാം ഈ വ്യക്തിയെ ദ്രോഹിച്ചത്, അല്ലെങ്കിൽ ഒരു സുഹൃത്തായിരിക്കാം ദ്രോഹിച്ചത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം ദ്രോഹിച്ചെന്ന് ഒരു പക്ഷെ ഒരു ഹീലർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അത് പറയാൻ ഒരു ഹീലർക്ക് സാധിക്കില്ല. കാരണം അത് നമ്മൾ പറയുന്നത് തെറ്റാണ് അല്ലെ. പക്ഷെ നിങ്ങളൊരു ഹീലിംഗ് സെക്ഷൻ എടുത്തതിന് ശേഷം നിങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വം ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിന്റെ പരിണിത ഫലം തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. കാരണം നിങ്ങളെ ദ്രോഹിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോട് സ്നേഹമാണ് അല്ലെ. തീർച്ചയായിട്ടും സ്നേഹം, നമുക്ക് എല്ലാവരോടും സ്നേഹമാണ്. ആ സമയത്താണ് നമ്മളെ ഒരാൾ ദ്രോഹിക്കുന്നത്. അപ്പൊ ദ്രോഹിക്കുന്ന വ്യക്തിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ആരെ ദ്രോഹിച്ചാലും അത് കർമ്മയാണ്. കാരണം അത് കർമ്മ കണക്കിലേക്ക് പോകും. ആ കർമ്മ റിയൽ ആണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ അനുഭവിക്കാതെ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് ഹീലിംഗ് എടുത്ത ഒരു വ്യക്തിയുടെ ദേഹത്ത് നിന്ന് അതിന്റെ എനർജീസ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകും. ആ പോകുന്ന സമയത്ത് ആരാണോ ദ്രോഹിച്ചത് അവർക്ക് അതിന്റെ തിരിച്ചടികൾ ആക്സിഡന്റ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുണ്ടാവാം. അത് അവരെ അനുഭവിച്ചേ പറ്റൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകാതിരിക്കുക.
നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കും ഒരു വിഷമം ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് 2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പോസിറ്റീവ് തിങ്കേഴ്സിന്റെ ഫീമെയിൽസ് ഉള്ളി, ജെൻസ് ഉള്ളി എന്നാണ് 2 വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ശനിയും ഞായറും നൈറ്റ് 8 to 9 ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ഹീലിംഗിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.